നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്കൊരു സംശയമുണ്ട് ആന്റി. ടേബിളിലോ ജനലിലോ എവിടെയാ മെഴുകുതിരി വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞല്ലോ. നമ്മൾ എല്ലാരും ഇവിടെ ആയിരുന്നു. അതിനിടയിൽ പ്രീതിയുടെ റൂമിലെ കർട്ടൻ കത്തി. അത് ശാലിനിയും വിഷ്ണുട്ടിനും മാത്രം കണ്ടത്. അതെങ്ങനെയാ? അതും പുറത്തുള്ളവര്. ആന്റി, എവിടെയും ഗതി പിടിക്കാതെ വന്നപ്പോ ചിലരിവിടെ സഹതാപ തരംഗം ഉണ്ടാക്കി പിന്നെയും പിടിച്ചേറാൻ നോക്കുകയാണോന്ന് എനിക്ക് സംശയമുണ്ട് ആന്റി. പുറത്തു നിന്നുള്ളവര് ഈ സത്യഭാമയുടെ വീട് ഭരിക്കണ്ട. പ്രീതിയുടെ അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇവിടെ വേണമായിരുന്നടാ. ഭാര്യയുടെ സാരി തുമ്പി തൂങ്ങി ചായക്കട നടത്താൻ പോയേക്കുന്നു. ഇവിടെ വന്ന് ആളാകണ്ട. ഇവക്ക് ചെയ്യാമെങ്കിൽ ഇവൾക്ക് ചെയ്യാം. നിന്റെ ഭാര്യയേക്കാൾ വിശ്വാസം എനിക്ക് സുസ്മിതയാടാ. എന്റെ ഈ പ്രീതി ഈ കടപ്പ് കടക്കാൻ തന്നെ കാരണം നിന്റെ ഈ ഭാര്യ. സിദ്ധൻ ജപിച്ചെന്ന ആ യന്ത്രം പഞ്ചകൈലാസത്തിലെ ശിവക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്നെങ്കിൽ പ്രീതിക്ക് അപകടം ഉണ്ടാവുമായിരുന്നോ? രോഹിത്തിന് ആപത്ത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഈ സുസ്മിത ഈ വീട്ടിൽ ഉണ്ടാവില്ലായിരുന്നു. കൊള്ള ആന്റി, ആന്റി കറക്റ്റ് റൂട്ടിലെത്തി. മരമണ്ടി. സത്യമ്മ പറഞ്ഞോക്കെ സമ്മതിച്ചു തരാൻ ഞാൻ. ഇവർ രണ്ടാളും ഇപ്പൊ ഈ വീട്ടിലുള്ളവരല്ല. പക്ഷേ പ്രീതിക്ക് അപകടമുണ്ടായപ്പോ മുതല് ഞാൻ ഈ വീട്ടിലല്ലേ താമസം. ഇപ്പോ കൈപ്പിഴ കൊണ്ടാണെങ്കിൽ പോലും നഷ്ടാവുമായിരുന്നത് എന്റെ ഭാര്യയുടെ ജീവനാ. അതുകൊണ്ട് നന്നായി മോനെ, നന്നായി. നീ ആണാണടാ അർജുൻ. ഇതിൽ കൂടുതലൊന്നും സഹിക്കാൻ ഒരു മനുഷ്യനെ കൂടി സാധിക്കില്ല സത്യാമ്മേ. ഭാമേ, ഇന്ന് നിന്റെ മകളെ ഇവള് പച്ചയ്ക്ക് കത്തിക്കാൻ ശ്രമിച്ചതേ, നാളെ നീ അടക്കം ഈ കുടുംബം മുഴുവൻ ഇവള് കത്തിച്ച് ചാമ്പലാക്കും. അപ്പോഴും നീ കണ്ണടച്ചിരിക്കായിരിക്കും. ഇല്ലച്ചാ, ഇപ്പൊ സത്യാമ്മ ഇവൾക്ക് എന്ത് വേണമെങ്കിലും വിശ്വസിപ്പിക്കാം. ഒരു പക്ഷെ പ്രീതി കത്തി എറിഞ്ഞ് തീർന്നാ പോലും ഇവള് പറയുന്നത് സത്യമ്മ വിശ്വസിക്കും. പക്ഷേ സത്യത്തിന്റെ സൂര്യനെ നുണയുടെ പഴമുറം കൊണ്ട് അധിക നാളും മറച്ചു വെക്കാനാവില്ല സുസ്മിതേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.